തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് പട്ടികയിൽ 2 KPCC സെക്രട്ടറിമാർ. ജോൺ ഡാനിയൽ പാട്ടുപുരയ്ക്കലും എ പ്രസാദ് സിവിൽ സ്റ്റേഷനിലും മത്സരിക്കും. മേയർ സ്ഥാനത്തേക്ക് 3 വനിതകളെയാണ് പരിഗണിക്കുന്നത്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് കോർപ്പറേഷനിൽ 10 ഡിവിഷനിലേക്ക് BJP പരിഗണിക്കുന്നത്. CPM-ൽ 2 തവണ മത്സരിച്ചവർക്ക് സീറ്റില്ല എന്നുള്ളതും അറിയാം. ജേസൺ ചാമളപ്പള്ളി വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ പ്രധാനപ്പെട്ട പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ടോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ? സ്മൃതി, ഇത്തവണത്തെ തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. BJP-യുടെ സാന്നിധ്യം ഇരു മുന്നണികളെയും, അതായത് LDF-നെയും UDF-നെയും സൂക്ഷ്മതയോടുകൂടി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ വലിയ ഘടകമാവുന്നുണ്ട്. സമുദായ സമവാക്യങ്ങളും വിജയസാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസും അതുപോലെ തന്നെ LDF-ഉം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. 2 KPCC സെക്രട്ടറിമാരെ ഇവർ രംഗത്തിറക്കുന്നുണ്ട്. ഒന്ന് പ്രസാദും മറ്റൊന്ന് ജോൺ ഡാനിയലും. അതോടൊപ്പം തന്നെ 3 മേയർ സ്ഥാനാർത്ഥികളാണ്. ഏത് കാലത്തും കോൺഗ്രസിലുള്ളതുപോലെ തന്നെ ഒരു വാർഡിൽ, ഒരു ഡിവിഷനിൽ 3-ലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇപ്പോൾ സജീവമായി നിൽക്കണമെങ്കിൽ പോലും ജയസാധ്യത മുന്നിൽ കണ്ടും അതുപോലെ തന്നെ സമുദായ സമവാക്യങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ BJP-യും വളരെ കരുതലോടെ തന്നെ മുന്നോട്ട് പോകുന്നു. 10ഓളം ഡിവിഷനുകളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടുള്ള നീക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം CPM 2 തവണ മത്സരിച്ചവർ, മുന്നിൽ 2 തവണ മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ്. ഏതായാലും ഈ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്മൃതി.